കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 16 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവന് പിശാചുബാധയാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതിമൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂസിയുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, തൻ്റെ കന്യാത്വത്തിന് വില കൽപ്പിച്ച, ജീവിത വിശുദ്ധിക്ക് വില കൽപ്പിച്ച, സ്വർഗത്തിൽ പോകണമെന്നുള്ള തൻ്റെ ദൃഢനിശ്ചയത്തിന് വില കൽപ്പിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ലൂസി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി, കാമഭ്രാന്തി കയറിയ ചില വ്യക്തികൾ മൂലം ബലിയാടായി മാറിയ വിശുദ്ധരെക്കുറിച്ച്. 4-5 പേരെക്കുറിച്ച്. അതിലൊന്നൊരു പേരാണ് വിശുദ്ധ അഗത. ഈ ലൂസിക്ക് മുമ്പ് മരിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ അഗത. ഇനി അവള് ഒരുവൻ്റെ കാമവരി ശമിപ്പിക്കുന്നതിന് നിന്നുകൊടുക്കാതിരുന്നപ്പോൾ അവളെ പീഡിപ്പിച്ചു. സ്തനങ്ങൾ മുറിച്ചു മാറ്റി ചരലിനകത്തിട്ട് ഉരുട്ടി. അപ്പോൾ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ മതി. അങ്ങനെ അവളുടെ പ്രാണൻ ദൈവം അങ്ങോട്ട് വിളിച്ചു. അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഗതാ പുണ്യവതിയുടെ ശവകുടീരത്തിങ്കൽ പോയി ലൂസി തൻ്റെ അമ്മയും കൊണ്ട്, അമ്മ രോഗിണിയായിരുന്നു, അമ്മയും കൊണ്ട് പോയി പ്രാർത്ഥിക്കുകയാണ്. ലൂസിയുടെ ക്ഷീണം കാരണം അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിയ സമയത്താണ് അഗത ഈ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുകയുണ്ടായി, നിൻ്റെ അമ്മ സുഖപ്പെടും. ഒരു കാര്യം കൂടി, എനിക്കിവിടെയുള്ള ഈ അംഗീകാരം നിനക്ക് സിറാക്കൂസിലുണ്ടാവും. ഈ ലൂസി തൻ്റെ ജീവിതം വിവാഹമൊന്നും വേണ്ട, കർത്താവിന് വേണ്ടി സമർപ്പിക്കണമെന്ന് കരുതിയിരുന്നപ്പോൾ അമ്മയുടെ പ്ലാൻ അതല്ല. അമ്മയ്ക്ക് അവളെ കെട്ടിക്കണം. അമ്മയുടെ കണ്ണടയ്ക്കുന്ന മുമ്പ് നല്ലൊരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് സമാധാനമായിട്ട് മരിക്കാമല്ലോ. പക്ഷെ അതിന് സമ്മതിക്കാതിരുന്ന ലൂസി ഈ ഒരു സന്ദേശം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചു. അപ്പം അമ്മയോട് പറഞ്ഞമ്മേ, നമുക്ക് നമ്മുടെ സ്വത്തൊക്കെ ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ സമ്പത്ത് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരു ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയുടെ ഒരു മണവാട്ടിയായിട്ട് എനിക്ക് ജീവിക്കണം. അമ്മ പറഞ്ഞു, എൻ്റെ മരണശേഷം നീ എന്നാ കാണിക്കേ, അതിന് മുമ്പ് വേണ്ട. പക്ഷെ അതിനൊന്നും സമ്മതിക്കാത്ത അവസാനം അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇതെല്ലാം ചെയ്ത് അവൾ ഈശോയുടെ മണവാട്ടിയാകാൻ തീരുമാനിച്ച് മുമ്പോട്ട് പോയി. പക്ഷെ ഇവളെ കെട്ടാനിരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഇടങ്കോലിട്ട് അവസാനം ഇവള് ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പ്രീഫെക്റ്റ് പസ്കാസിയൂസിനെ അറിയിച്ചതിന് ശേഷം പിന്നീട് പീഡനമുറ ഇവൾക്കെതിരെ അഴിച്ചുവിട്ടു. അവളുടെ ഈ കന്യാത്വം നഷ്ടപ്പെടുത്താൻ ഓർഡറിട്ടു. അങ്ങനെ ചെയ്ത് അവർ വന്നിട്ട് ഇവളെ അതിന് പിടിച്ചോണ്ട് പോകണമല്ലോ. ഇവളെ എടുക്കാൻ നോക്കിയിട്ട് പൊങ്ങുന്നില്ല, നിലത്തുനിന്ന് പൊങ്ങാൻ പോലും പറ്റുന്നില്ല. പടയാളികൾ നോക്കിയ ഇതുപോലൊരു പെങ്കൊച്ചിനെ പൊക്കാൻ എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കാരണം ഇവളെ പൊക്കാൻ പറ്റുന്നില്ല. അവസാനം അവർ ചുറ്റും തീയിട്ട് ഇവളെ ദഹിപ്പിക്കാം, അല്ലെ തലവെട്ടാം, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവർക്കൊരു സംശയം. അതെല്ലാം വിഫലമായെങ്കിലോ അവസാനം വലിയൊരു
കടാര അവളുടെ തൊണ്ടയിലേക്ക് കുത്തി ഇറക്കി. അങ്ങനെയാണ് ലൂസിയെ കൊന്നത്. ഇവിടെ എല്ലാം ആത്മസംയമനത്തോടെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് രക്തസാക്ഷിണിയായ ഒരു വ്യക്തിയാണ് ലൂസി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഹൃദയത്തിൽ ആഗ്രഹിക്കാം. നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം. വിശ്വാസം കളയാതെ അത് സഹനങ്ങളോ പീഡനങ്ങളോ എന്തു വന്നാലും അവിടെയെല്ലാം വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഒരു ദൃഢനിശ്ചയമുള്ളവരായിരിക്കണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ വല്ലതും ഒക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കണം. യെശയ്യാ 48:18 നമ്മൾ വായിച്ചു കേട്ടതാണ്. നീ എൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. നദി പോലെ പോയിട്ട് ടാപ്പിൽ നിന്ന് ഇച്ചിരി വെള്ളം വരും പോലെയെങ്കിലും സമാധാനം ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ, കുടുംബത്തിലുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ഭയങ്കര അസമാധാനം എന്നാണ് പറഞ്ഞത്. പലരുടെയും സാക്ഷ്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള അസമാധാനം. എന്തായിരിക്കാം കാരണം? കാശില്ലാത്തതാണോ? ആരോഗ്യമില്ലാത്തതാണോ? അതൊന്നും അല്ല. അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നീ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധാലുവാണോ? സൗകര്യമുള്ള പോലെ പാലിക്കാൻ എല്ലാവർക്കും പറ്റും. അതല്ല ദൈവം ആവശ്യപ്പെടുന്നത്. ശ്രദ്ധാപൂർവം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം നീ പാലിക്കുന്നുണ്ടോ? സമാധാനത്തിന് ഒരു കുറവും വരത്തില്ല. സമാധാനത്തിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും, നിൻ്റെ കുടുംബത്തിലുണ്ടാവും. നിനക്ക് എന്തും വരട്ടെ, ദൈവം നിനക്ക് സമാധാനം നൽകി നിന്നെ നയിക്കുന്ന അനുഭവം ഉണ്ടാവും. ഏതായാലും ആ ദാനിയേൽ 3-ാം അധ്യായത്തിൽ കാണുന്ന യുവാക്കൾക്ക് സംഭവിച്ചതുപോലെയൊന്നും ഇതുവരെ നമുക്കൊന്നും വന്നിട്ടില്ലല്ലോ. അവരെ തീക്കകത്തേക്ക് എറിയാൻ പോയവർ തീ പിടിച്ച് കത്തു. അത്ര ഉയരത്തിലാണ് തീ കത്തിച്ചത്. എന്നിട്ട് അവരെ എടുത്ത് അതിനകത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് അവരതിനകത്തോടെ നടന്നത് അസമാധാനത്തിലല്ല, അവർ സമാധാനത്തോടെ സങ്കീർത്തനം ആലപിച്ച് ദൈവദൂതൻ്റെ കൂടെ നടക്കുന്നതാണ് അധ്യായത്തിൽ നമ്മൾ കാണുക. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവദൂതൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സമാധാനമൊന്നും നഷ്ടമാകത്തില്ല. സമാധാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. യേശുവിനെക്കുറിച്ച് പറയപ്പെട്ട കാര്യവും അതുതന്നെയാണ്, സമാധാന രാജാവ്. ആ രാജാവിൻ്റെ ജന്മദിനം ആഘോഷിക്കാനാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇപ്രകാരം ക്രമീകരിക്കുമ്പോഴാണ് ഈ സമാധാനം നദി പോലെ ഒഴുകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ സുവിശേഷഭാഗം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ, അവർക്കെന്നും പരാതി പരിഭവം. അവർ കുറച്ച് പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്നാ മനുഷ്യരാ, നിങ്ങളെന്നാ നന്ദിയില്ലാത്തവരാ. അതേ, ഞങ്ങൾ വിലാപകാലം ആനപിച്ചു, നിങ്ങൾ ഇത് വിലപിച്ചില്ല. ഞങ്ങൾ പാടി, അതിനൊത്ത് നിങ്ങൾ ഡാൻസ് കളിച്ചില്ല. അതെന്നാ മര്യാദകേടാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗത്ത് കണ്ടത്. ചിലരുടെ സ്വഭാവം അതാ, എന്ത് കണ്ടാലും ആരെ കണ്ടാലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യും, പറഞ്ഞു നടക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, സ്നാപക യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. ഒരു തപസ്യ ജീവിതം നയിച്ച വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. വെട്ടുക്കിളി എന്ന് പറഞ്ഞ് ഇറച്ചിയൊന്നും അല്ല, അത് ഈ കാട്ടിലെ ഒരു കായ, വലിയ രുചിയോ ഒന്നുമില്ലാത്തത്, വലിയ ഗുണമോ ഒന്നുമില്ലാത്തത്. അങ്ങനെയുള്ള സാധനം പറിച്ച് തിന്ന് കാട്ടുതേൻ കാട്ടിൽ കിട്ടിയിരുന്ന അതായിരുന്നു അവൻ്റെ ഭക്ഷണം. പിന്നെ ചാക്ക് വസ്ത്രം, ഇതൊക്കെയായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞു അത് ടൂ മച്ചാ, ഇത്രയൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് സ്നാപക യോഹന്നാനെ കുറ്റപ്പെടുത്തി. ഒരു സാധാരണ വ്യക്തിയെപ്പോലെ യേശു ജീവിച്ചു, സമയത്ത് ഭക്ഷണം കഴിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കണ്ടപ്പോഴേ ഇവർ പറഞ്ഞു, ഇവൻ ഭോജനപ്രിയനും ചുങ്കക്കാരുടെയും വ്യഭിചാരികളുടെയും ഒക്കെ കൂട്ടുകാരനാണ്. അപ്പോൾ ആരെ കണ്ടാലും, ഏത് ശൈലിയിൽ ജീവിക്കുന്ന വ്യക്തിയെ കണ്ടാലും അവർ കുറ്റം കണ്ടുപിടിക്കും. ഈ രീതിയിൽ ജീവിത പങ്കാളിയുടെ ആയിരിക്കാം, മാതാപിതാക്കളുടെയും മക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ ആയിരിക്കാം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം, അത് പറഞ്ഞു നടക്കണം എന്ന ആ ശ്രദ്ധയിൽ ജീവിക്കുന്ന വ്യക്തികളെ കണ്ടെന്നു വരും.
ഇതല്ല ക്രിസ്ത്യാനിക്ക് ഭൂഷണമാകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആരിലും എന്തിലും ഒരു നന്മ കാണാൻ നമ്മൾ പഠിച്ചാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടം നമുക്കുണ്ടാകും, സന്തോഷം നമുക്കുണ്ടാകും, മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും പകർന്നു കൊടുക്കാൻ പറ്റും. ഈ മിദ്രാഷ് എന്ന് പറഞ്ഞാൽ അതൊരു കഥ, അതിലൂടെ വലിയൊരു സന്ദേശം നൽകുന്നതാണ്. ഒരു മിദ്രാഷ് ഇങ്ങനെയാണ്: യേശുവും ശിഷ്യന്മാരും വഴിയെ നടന്നു പോവാം. റോഡ് സൈഡിലൊരു ചത്ത് ചീഞ്ഞ് കിടന്ന പട്ടി. അതിൻ്റെ അടുത്തേക്ക് വരുന്തോറും ദുർഗന്ധം വർദ്ധിക്കുകയാണ്. ഒരു ശിഷ്യൻ മൂക്കുപൊത്തി, വേറെ ചിലർ ഛർദ്ദിക്കാൻ തുടങ്ങി, ചില ശിഷ്യന്മാർ ഒറ്റയോട്ടം വെച്ചു കൊടുത്തു. കർത്താവ് മാത്രം ചത്ത് ചീഞ്ഞ് കിടന്ന പട്ടിയുടെ അടുത്തേക്ക് പോയി നിന്നു. കുറച്ചു നേരം അവിടെ നിന്ന് അതിനെ കണ്ടു. എന്നിട്ട് കർത്താവ് പറഞ്ഞ ഒരു കമൻ്റുണ്ട്: ചീഞ്ഞ പട്ടിയാണെങ്കിലും അതിൻ്റെ നോക്കി നല്ല മുല്ലമുട്ട് പോലെയല്ല അതിൻ്റെ പല്ലിരിക്കുന്നത്. ചത്ത് ചീഞ്ഞ് കിടന്ന പട്ടിയിലൊരു നന്മ കാണാൻ പറ്റി. ഇത്രയും ദുഷിച്ചിട്ടില്ലല്ലോ നമ്മുടെ കുടുംബാംഗങ്ങൾ. എന്നിട്ട് എന്തുകൊണ്ടാണ് അവരിൽ ഒരു നന്മ കണ്ടത് പറഞ്ഞ് അവരെ പ്രശംസിക്കാൻ പറ്റാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ തിന്മ ചകഞ്ഞെടുത്ത് അതേക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത്? നമ്മൾ വളരാത്തതുകൊണ്ടാണ്. നമ്മുടെ ആത്മീയത അതുപോലെ അധപ്പതിച്ചത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് അത് നമ്മെ സഹായിക്കും. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറും, ഭാരമാകില്ല. അവർ ബോധ്യത്തോടുകൂടി ഇനിയെങ്കിലും മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.